ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇപ്പം നമുക്ക് ഒരുപാട് ലഭ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ചക്കക്കുരു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല ചക്കക്കുരു മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കറി. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു 25ഓളം ചക്കക്കുരു ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ചിരണ്ടി എടുത്തുകൊണ്ട് വരാം. ഇതപ്പം ചക്കക്കുരു ഒക്കെ ഞാൻ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞ് 4 പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് നല്ലൊരു പച്ചമാങ്ങ കൂടി വേണം. ഇതിപ്പോൾ ഒരുപാട് അങ്ങ് പുളിയില്ലാത്ത മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചക്കക്കുരുവിന് ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതുകൂടി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത മാങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് പെട്ടെന്ന് തന്നെ വേവാനായിട്ട് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ നെകൊക്കെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം വേവാനായിട്ട്. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ കാന്താരി മുളകാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ചക്കക്കുരു വേവാൻ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനൊരു 4-5 കാന്താരി മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നെകൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പണ്ടൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ മൺചട്ടിയിൽ ആ അടുപ്പയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒന്നും നമ്മളിങ്ങനെ കുക്കറിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കിട്ടില്ല. എങ്കിലും നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേവാനായിട്ട് വെക്കാം. അടച്ചതിന് ശേഷം 2-3 വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ആ ചക്കക്കുരു ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കി എടുക്കണം. 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം മിക്സിയുടെ ജാറിലിട്ട് തന്നെ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. അപ്പം ഈ തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് കാന്താരിമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കാന്താരിമുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് വേണം മുളകിൻ്റെ എണ്ണമൊക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ കാന്താരിമുളകാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഈ 4 ചേരുവയും കൂടി നന്നായിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ അരയ്ക്കുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ച് കിട്ടത്തില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു ഒക്കെ ഞാൻ 3 വിസിലടിച്ചപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അരച്ചെടുത്ത അരപ്പ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കറി ഒരു 3 മിനിറ്റ് നേരത്തേക്ക് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം അരപ്പും എല്ലാം കൂടി ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട്. ആ സമയം കൊണ്ട് അതിലേക്ക് ചേർക്കാനുള്ള കടുക് കൂടി ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ വേറൊരു ചെറിയൊരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 സ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് കൂടി മുറിച്ചത് ഇട്ട് കൊടുക്കണം. ഒരു 2 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി റെഡി ആയിരിക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും ഒഴിച്ചുകറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കുരു ഒക്കെ വെറുതെ പാഴാക്കി കളയാതെ നമുക്കൊരു നല്ല ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.